സ്റ്റൈൽ മന്നൻ രജനികാന്ത്. തെന്നിന്ത്യയിലെ താരരാജാവ്. തമിഴ്നാടിന്റെ പൾസ്. ഇന്ത്യൻ സിനിമയുടെ രാജാവ്. സ്റ്റൈലിന്റെ അവസാനത്തെ വാക്ക്. ഇന്ത്യൻ സിനിമയെ പിടിച്ചുകുലുക്കാൻ പറ്റുന്ന നടന വിസ്മയം. പ്രൊഡ്യൂസർമാർക്ക് 100% ക്യാഷ് റിട്ടേൺസ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഏക നടൻ. വെള്ളിത്തിരയിലെ മായാജാലക്കാരൻ. തമിഴ് സിനിമയെ ലോക ഉച്ചകോടിയിൽ എത്തിച്ചവൻ. രജനികാന്ത് മാസാണ്, തരംഗമാണ്, അടുത്ത വിളക്കാണ്, തമിഴ്നാടിന്റെ പൾസാണ്, ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള സിനിമാ താരമാണ്, അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ലോകത്തിലെ ഏക തമിഴ് നടനാണ്, തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അനവധി കാര്യങ്ങൾ നേടിക്കൊടുത്ത ഒരു നടനാണ്, തമിഴ് സിനിമയുടെ ഐഡന്റിറ്റി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നിലനിർത്തിയ ഒരു നടനാണ്. ശിവാജി റാവ് ഗായക്വാഡ് എന്ന ആളുടെ സ്ക്രീൻ നെയിമാണ് രജനികാന്ത്. ഒരു മറാത്തി കുടുംബത്തിലാണ് രജനികാന്ത് ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. വീട്ടിൽ മറാത്തിയും പുറമെ കന്നഡയുമായിരുന്നു രജനികാന്തും കുടുംബവും സംസാരിച്ചുകൊണ്ടിരുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് മൈസൂരിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടുംബമാണ് രജനികാന്തിന്റെ കുടുംബം. പ്രാഥമിക വിദ്യാഭ്യാസം ഗവിപുരം ഗവൺമെന്റ് സ്കൂൾ ബാംഗ്ലൂരിലായിരുന്നു നേടിയത്. ചെറുപ്പം മുതൽക്കേ നാടകങ്ങൾക്ക് രജനികാന്തിന് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിലെ രാമകൃഷ്ണ മിഷനിൽ രജനികാന്ത് ചേർന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അനവധി നാടകങ്ങൾ അദ്ദേഹം വേഷം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പല ജോലികൾ രജനികാന്ത് ചെയ്തു. അങ്ങനെയാണ് ബാംഗ്ലൂരിലെ ട്രാൻസ്പോർട്ട് സർവീസ് അഥവാ BTS ജോലി കിട്ടിയത്. അങ്ങനെ ബാംഗ്ലൂർ ട്രാൻസ്പോർട്ട് സർവീസിൽ ഒരു കണ്ടക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചത്. അവിടെ പഠിക്കുമ്പോഴായിരുന്നു തമിഴ് സിനിമാ സംവിധായകനായിട്ടുള്ള ബാലചന്ദ്ര സാറിനെ കണ്ടത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തമിഴ് സംസാരിക്കാൻ അദ്ദേഹം പഠിക്കുകയും ചെയ്തു. തമിഴ് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വഴിത്തിരിവിലേക്ക് തനിക്ക് തന്റെ ജീവിതത്തിൽ എത്താമെന്ന് ബാലചന്ദ്രൻ സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രജനികാന്ത് തമിഴ് അഭ്യസിക്കുവാനായിട്ട് തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി തീർന്നു. ബാലചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ സിനിമ 1975 ഇറങ്ങിയിട്ടുള്ള അപൂർവ രാഗങ്ങൾ എന്ന സിനിമയിലാണ് രജനികാന്ത് ആദ്യമായിട്ട് വേഷം ചെയ്തത്. സിനിമ വളരെയധികം വിവാദങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും തന്നെയും 3 നാഷണൽ ഫിലിം അവാർഡ്സ് ആ സിനിമ നേടിക്കൊടുത്തു. രജനികാന്തിന്റെ ശ്രദ്ധ തമിഴ്നാട് മുഴുവനും എത്തിക്കുവാൻ ആ സിനിമ ഏറെ പ്രയോജനം ചെയ്തു. 160-ലധികം പടങ്ങൾ അതിനുശേഷം രജനികാന്ത് ചെയ്തു. ഭാഷ, എന്തിരൻ, ശിവാജി, ദർബാർ, ഡോൺ, മൂന്നുമുഖം, പടയപ്പ, ചന്ദ്രമുഖി ഒക്കെയും അതിലെ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ ആയിരുന്നു. രജനികാന്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും മാനറിസവും ശൈലിയും ഭാവങ്ങളും ആണ്. നടക്കുന്ന സ്റ്റൈൽ, പഞ്ച് ഡയലോഗ്സ് തുടങ്ങിയതൊക്കെയും അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഓരോ ഘടകങ്ങളാണ്. അദ്ദേഹത്തിനെ എല്ലാവരും സ്റ്റൈൽ മെൻ എന്ന് വെറുതെ വിളിക്കുന്നവരല്ല. അദ്ദേഹം സ്റ്റൈൽ കാണിക്കുന്നത് പോലെ ഇന്ത്യയിൽ ഒരു നടനും സ്റ്റൈൽ കാണിക്കുന്നില്ല. ഇന്ത്യയിൽ ഒരു നടനും ഇതുപോലൊരു സ്റ്റൈൽ രജനികാന്തിന്റെ ഉള്ള പോലെ ഇല്ല. രജനികാന്തിനെ സിനിമയിലെ രാജാവാക്കി മാറ്റുന്നത് ഈ ട്രേഡ് മാർക്കാണ്. ഈ പ്രത്യേകതകൾ ഇല്ലെങ്കിൽ തമിഴ് സിനിമയില്ല. തമിഴ് സിനിമയെ ഇവിടം വരെ എത്തിച്ച രജനികാന്തിന് സുപ്രധാന പങ്ക് അതിലെ ഓരോ ഘടകങ്ങളും ഉണ്ട്. തമിഴ് സിനിമയാണ് രജനികാന്തിന് ഈ ആശയങ്ങൾ നേടിക്കൊടുത്തത്. രജനികാന്ത് കാരണമാണ് തമിഴ് സിനിമ ഈ 2020 ഇവിടം വരെ എത്താനായിട്ട് കാരണം. ഒരുപാട് സംഭാവനകൾ തമിഴ് സിനിമയ്ക്ക് നൽകിയിട്ടുള്ള തമിഴ്നാടിന്റെ ഏറ്റവും വലിയ തരംഗമാണ് രജനികാന്ത്. 2020 ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമാ നടന്മാർ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ രജനികാന്ത് ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റ് വാല്യൂവിനെ പൊളിക്കാൻ ഇന്നുവരെ ഒരു ന്യൂ ജനറേഷൻ സിനിമാ നടനും തമിഴ്നാട് കഴിഞ്ഞിട്ടില്ല, ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും രജനികാന്തിന്റെ മാർക്കറ്റ് വാല്യൂ റോക്കറ്റ് കുതിക്കുന്ന പോലെ 10,000 ദശലക്ഷം കോടി മടങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രജനികാന്ത് അന്താരാഷ്ട്ര പ്രശസ്തി നേടട്ടെ, അന്താരാഷ്ട്ര സിനിമയുടെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ഓസ്കാർ നേടട്ടെ, ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.